കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളും സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുത്തെടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോട് ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 7ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രാവർത്തികമാക്കുവാനും നിറവേറ്റുവാനുമൊക്കെ ഒത്തിരി പ്രയാസമുള്ള ചില ബോധ്യങ്ങളെക്കുറിച്ച് സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെ ആയിത്തീരാൻ പാടില്ല. അതിലും ഒരു ഉയർന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലിയോടെ അല്ലെങ്കിൽ നല്ല മനോഭാവത്തോടെ ജീവിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കുവാനും നിറവേറ്റുവാനും സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആ ഒരു ധന്യതയും ആ ജീവിതത്തിൻ്റെ പൂർണ്ണതയും ഒക്കെ എപ്പോഴും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് സുവിശേഷത്തിൽ ഒരു നീണ്ട വചനഭാഗമാണെങ്കിലും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട, അതായത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രാവർത്തികമാക്കേണ്ട ചില ജീവിത മൂല്യങ്ങളെ കൃത്യമായിട്ടും ഈശോ പഠിപ്പിച്ചു തരികയാണ്. പ്രധാനമായിട്ടും 3 മൂല്യങ്ങളെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. 1 സ്നേഹം, 2 ക്ഷമ, 3 കരുണ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ഈശോ പറയുന്ന കാര്യമാണ്, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങളോട് ദേഷ്യവും വെച്ച് പുലർത്തുകയും വിദ്വേഷത്തോടെയൊക്കെ പെരുമാറുകയും ചെയ്യുന്നവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുക. പഴയ നിയമത്തിൻ്റെ ശൈലി അനുസരിച്ച് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതായത് ഒരു ഇടി ഇങ്ങോട്ട് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊരു 2 ഇടി എങ്ങനെയും കൊടുക്കാനായിട്ട് പരിശ്രമിക്കും. അതുപോലെ ഒരു കണ്ണിൽ കുത്തിക്കഴിഞ്ഞാൽ അവൻ്റെ 2 കണ്ണിലും കുത്താൻ വേണ്ടിയുള്ളൊരു പരിശ്രമമൊക്കെ നമ്മൾ നടത്തും. അത് നമ്മുടെ ശാരീരികമായ ഘടനയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം എന്നുള്ളത് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗത്ത് ശത്രുക്കളെ ദേഷിക്കുക സാധാരണ നമ്മുടെ ഒരു ജീവിത ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ അതിനെ അതിജീവിക്കാനൊക്കെ ഒത്തിരിയേറെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും ശത്രുത പുലർത്തുന്നുണ്ടെങ്കിൽ അവരോട് അതിന് കൂടുതൽ ശത്രുത പുലർത്തുവാനായാണ് നമ്മൾ പരിശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈ വചനഭാഗം ധ്യാനിച്ചിട്ട് എന്ത് പ്രസംഗം പറയും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് എന്നെ ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഡ്യൂട്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ്
നമ്മൾ ഇങ്ങനെ ഒരു നേഴ്സിംഗ് സൂപ്രണ്ടിനോട് ചെറിയ കടുത്ത വെറുപ്പാണ്, വിദ്വേഷമാണ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയുമൊക്കെ. അതുകൊണ്ട് ഒരു രീതിയിലും അവരോട് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നാണ് എന്നോട് ആ നേഴ്സ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര നേരം ഈ വചനഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഇതെല്ലാം ഞാൻ വായിച്ചിട്ട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. ഈശോ പറഞ്ഞ കാര്യമാണ്, ശത്രുക്കളെ സ്നേഹിക്കണം. ഉടനെ തിരിച്ചു പറഞ്ഞ എന്നോട് ആ നേഴ്സ് തിരിച്ചു പറഞ്ഞതാണ്, അച്ഛനത് പറയാം, എൻ്റെ കയ്യിൽ ആ നേഴ്സിംഗ് സൂപ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ തേച്ച് വെച്ചേനെ. നമ്മുടെയൊക്കെ നമുക്ക് ചിലപ്പോൾ വളരെ പ്രയാസകരമായൊരു കാര്യമാണ് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മളിന്ന് വായിച്ച ഒന്നാമത്തെ വായനയിൽ ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ദാവീദിനെ കൊല്ലാനായിട്ട് സാവൂൾ രാജാവ് ഓടി നടക്കുക, ദാവീദിനെ തപ്പിക്കൊണ്ട്. അങ്ങനെ ഒത്തിരിയേറെ വലിയ സൈന്യവും ഒക്കെ ആയിട്ട് ദാവീദിനെ പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് ദാവീദ് രക്ഷപ്പെടും. പക്ഷേ ദാവീദിൻ്റെ കരങ്ങളിലേക്ക് തന്നെ കൊല്ലാനായിട്ട് വന്ന സാവൂൾ രാജാവിനെ കിട്ടുകയാണ്. ഇവർ രണ്ടുപേരുടെയും കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ദാവീദിൻ്റെ ആ കൂട്ടുകാരൻ പറയുകയാണ്, ഇത് നമ്മുടെ കയ്യിൽ ദൈവം ഇവനെ ഏൽപ്പിച്ചു തന്നിരിക്കുക, നമ്മുടെ ശത്രുവിനെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. അവരുടെ കയ്യിൽ കുന്തവും ഉണ്ട്, അവിടെ ഒറ്റ കുത്തിന് വേണമെങ്കിൽ ഒറ്റ കുത്ത് കുത്തിക്കഴിഞ്ഞാൽ ചത്തുപോകും, വേറെ രണ്ടാമതൊരു കുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ കൈപ്പാങ്ങിൽ നമ്മൾ ശത്രുവിനെ നശിപ്പിക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ ദൈവം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ദാവീദിൻ്റെ മറുപടി, കർത്താവിൻ്റെ അഭിഷിക്തനെ നമുക്ക് തൊടാനുള്ള അധികാരമില്ല. അതുകൊണ്ട് അവനെടുക്കുന്ന തീരുമാനം, അവൻ്റെ ആ ഒരു വലിയ തീരുമാനം, അതായത് ശത്രുവിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ അതിൽ നിന്ന് മാറിപ്പോകുന്ന ദാവീദിനെ കാണാൻ പറ്റും. ആ ഒരു വലിയ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചത് കൊണ്ടായിരിക്കാം ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു രാജാവ്, എൻ്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു വ്യക്തി. ഇത്രമാത്രം വചനം ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ദാവീദ് രാജാവിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ ആ ഒരു പ്രീതിക്ക് പാത്രമായത്. അതുപോലെ ശത്രുക്കളോട് പോലും അതുപോലെ ഒരു മനോഭാവം പുലർത്താൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും നമ്മളെയൊക്കെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം മറ്റുള്ളവരും അംഗീകരിക്കണമെന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളതാണ്. അവിടെ ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം, അതായത് നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല സ്നേഹിക്കുന്നത്, എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഇപ്പോൾ ഒത്തിരിയേറെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും സിനിമയിലും അതുപോലെ തന്നെ മീഡിയയിലൊക്കെ കാണുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്നൊക്കെ വിചാരിച്ച് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവിടെയൊക്കെ അവർ തിരിച്ചറിയാൻ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, യഥാർത്ഥ സ്നേഹം നമ്മളെല്ലാം തിരിച്ചറിയുന്നത് കുരിശിലാണ്. ക്രിസ്തുവിലേക്ക് നോക്കുക. ആദിമസഭയിൽ ശിഷ്യന്മാർ തന്നെ ജനത്തെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യഥാർത്ഥ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുക. സഭയിൽ ദൈവം എപ്രകാരമാണോ മനുഷ്യവംശത്തെ സ്നേഹിച്ചത് അപ്രകാരം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ സഹനം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് പോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത മൂല്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതായത് സാധാരണക്കാരൻ ജീവിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് അതിൽ നിന്ന് ഒരുപടി ഉയർന്നു നിൽക്കുന്നവനായിരിക്കണം ഒരു ക്രിസ്ത്യാനിയുടെ സ്നേഹം. ആദിമസഭയിൽ പരസ്പരമുള്ള സ്നേഹം കണ്ടിട്ടായിരുന്നു ആളുകൾ പറഞ്ഞത് ഇവൻ ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നോക്കി, നമ്മുടെ കുടുംബങ്ങളെ നോക്കി പറയാൻ പറ്റും, മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, സ്നേഹിക്കുന്ന ക്രിസ്ത്യാനിയാണ് എന്ന്. നമ്മുടെ മുമ്പിലുള്ളൊരു വലിയൊരു വെല്ലുവിളിയാണ്. രണ്ടാമതായിട്ട് ഈശോ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മൂല്യം എന്ന് പറയുന്നത് പരസ്പരം ക്ഷമിക്കുക എന്നുള്ളതാണ്. പരസ്പരം ക്ഷമിക്കുക. പലപ്പോഴും ക്ഷമിക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മളെല്ലാവരുടെയും മുമ്പിൽ വില കുറഞ്ഞു പോകുന്നു, ചെറുതായി പോകുന്നു എന്നുള്ള ഒത്തിരിയേറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ക്ഷമിക്കാൻ സാധിക്കുന്നവൻ അവൻ ഏറ്റവും ശക്തനാണ് എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് ഈശോ പഠിപ്പിക്കുക. നമ്മളെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നോക്കി അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തരായിട്ടുള്ള വ്യക്തികളാണ്.
അതുകൊണ്ടാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത് കാൽവരിയിൽ തൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും കാരിരും പാണികൾ തളച്ചു കയറ്റിയ ആളുകളെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ അവരോട് ക്ഷമിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവർ, അപ്രകാരം പൂർണ്ണമായി ക്ഷമിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മൾ കടക്കുക. മൂന്നാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിത മൂല്യം എന്ന് പറയുന്നത് കരുണയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാറുള്ളതാണ്. കാരണം വിശുദ്ധ ഫൗസ്തീനായ്ക്ക് ഈശോ വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒരു ക്രിസ്മസിൻ്റെ തലേ ദിവസം ഈശോ വിശുദ്ധ ഫൗസ്തീനായ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ. ഈ ഒരു സ്വഭാവങ്ങൾ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടെല്ലാം മാറും. അവിടെ കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള യോഗ്യത മാലാഖമാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെശയ്യാ പ്രവാചകന് ഒരു ദർശനം കിട്ടുന്നുണ്ട്. സെറാഫുകൾ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് 6 ചിറകുകളുണ്ടെന്നാണ് പറയും. 6 ചിറകുകൾ, 2 കൊണ്ട് കാൽപാദങ്ങളും 2 കൊണ്ട് മുഖവും മറച്ച്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ അത്രമാത്രം അടുത്ത് അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കത്തില്ല. അങ്ങനത്തെ അതുപോലത്തെ അവസ്ഥയാണ്. നമ്മൾ സാധാരണ ഇവിടെ നിന്നിട്ട് നേരെ സൂര്യനെയൊക്കെ നോക്കിയിട്ട് സൂര്യനെക്കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ സൂര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചൂടിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കാതെ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ പരിശുദ്ധരല്ലാത്ത നമുക്ക് നിൽക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അശുദ്ധനായവനും അശുദ്ധനായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ആ ഒരു വലിയ തിരിച്ചറിവ് യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധി. രണ്ടാമതായിട്ട് ഈശോ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ദൈവം നീതിമാനാണ്. അതായത് മുഖം നോക്കാതെ, പക്ഷപാതം കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്. അതായത് ചില ആളുകൾക്ക് മാത്രം പ്രത്യേക പരിഗണനയോ ചില ആളുകൾക്ക് പ്രത്യേക കൺസിഡറേഷനോ ഒന്നും കൊടുക്കുന്ന വ്യക്തികൾ എല്ലാവരോടും ഒരുപോലെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നവരാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കും. ഈ 2 കാര്യങ്ങൾ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിൽക്കുവാനും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ നീതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനും മനുഷ്യന് സാധിക്കത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത വീണ്ടും ഈശോ വിശുദ്ധ ഫൗസ്തീനയ്ക്ക് വെളിപ്പെടുത്തിയത് ദൈവം കരുണയാണ്. ദൈവം കരുണയാണ്. അതായത് ദൈവത്തിന് മനുഷ്യവംശത്തോടുള്ള ആ ഒരു വലിയ സ്നേഹം കൃത്യമായും ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചത് യേശുക്രിസ്തുവിലൂടെയാണ്. ഇന്ന് നമ്മൾ പറയാം, എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വല്ല അനുഗ്രഹങ്ങളും കിട്ടിയോ എന്ന് ആൾക്കാർ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടി നമുക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ഈശോയെ കിട്ടി, എനിക്ക് ഈശോയെ കിട്ടി. ആ ഈശോയിലൂടെ ദൈവത്തിൻ്റെ കരുണ എന്നിലേക്ക് കടന്നു വരികയും എനിക്ക് നിത്യജീവൻ ദൈവം ഒരുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്, ഇത്രമാത്രം നിന്നോട് കരുണ കാണിച്ചപ്പോൾ നീയും കരുണയുള്ളവനായിട്ട് മാറുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരോട് അവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ അത് ഊതിപ്പെരിപ്പിച്ച് അത് വലുതാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരോട് ദൈവം കരുണ കാണിച്ചതുപോലെ, നമ്മളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തില ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ മാറി ഒരു വലിയ ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കും. ആ ഒരു വലിയ കൃപ, അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ സമൂഹ ജീവിതത്തെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, കർത്താവെ, കൂടുതൽ ആഴമായ സ്നേഹത്തോടെ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് പോലും സ്നേഹിക്കുന്ന ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, മറ്റുള്ളവരോട് നീ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനായിട്ടുള്ള കൃപ,
അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാനും ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രത്യേകമായ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.